നമസ്കാരം. നമസ്തേ. ആധുനിക യുദ്ധത്ത് ഈ ഡ്രോണിൻ്റെ ആളില്ലാത്ത ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ വലിയ തരത്തിലുള്ള മുന്നേറ്റം നമ്മൾ ഈ നടന്ന യുദ്ധത്തിൽ തന്നെ കൃത്യമായിട്ട് കണ്ടതാണ്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും നിൽക്കുന്നു, മറുവശത്ത് ഇറാൻ നിൽക്കുന്നു. എന്നിട്ട് പോലും അമേരിക്കയുടെ ബേസുകൾ ഇറാൻ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വിക്ഷേപിച്ച് തകർത്തതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അതുമെല്ലാം അപ്ഡേറ്റ് ആയി പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ആളില്ല വിമാനങ്ങളുടെ ഒരു കാര്യങ്ങളായിട്ട് പല രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഈ ആളില്ലാ വിമാനങ്ങളുടെ കാര്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇതുവരെ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ല. മറ്റ് രാജ്യങ്ങളുടെ കാര്യം കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാൽ പോലും നിലവിൽ ഇന്ത്യയുടെ ഈ അവസ്ഥ എന്താണ്? ഇന്ത്യ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. മറ്റ് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഈ ആളില്ലാ വിമാനങ്ങളുടെ പദ്ധതി കയ്യിലുള്ളത്? ഈ സാധാരണഗതിയില് നമ്മള് ഈ അൺമാൻഡ് ഫൈറ്റർ ജെറ്റ്, ഡ്രോണും കോമ്പാക്ട് ഡ്രോണും എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഡ്രോണിലും ആളില്ലല്ലോ. ഡ്രോണും പൈലറ്റ് ഒന്നും ഇല്ലാതാണ് ഒരു ആക്രമണ ഡ്രോൺ. ഇപ്പൊ ഉദാഹരണത്തിന് പ്രൊഡേറ്റർ ഡ്രോൺ, അല്ലെങ്കിൽ അത് അമേരിക്കയുടെ ടർക്കിയുടെ ബൈറക്ടർ ഡ്രോൺ. ഇതിലൊന്നും തന്നെ പൈലറ്റ്, ആളില്ലാ വിമാനം തന്നെയല്ലേ അതും. അപ്പോ അതിന്റെ വ്യത്യാസം ഞാൻ പറയാം. നമ്മള് കോമ്പാക്ട് ഡ്രോൺ എന്ന് പറയുന്നത് ഒരു റിമോട്ട് പൈലറ്റ്, ഭൂമിയിലുള്ള ഒരു റിമോട്ട് കേന്ദ്രത്തിൽ നിന്നും ഒരു കൺട്രോൾ റൂമിൽ നിന്നും ഈ വിമാനത്തെ നയിക്കുകയാണ്. അവിടുന്ന് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചാണ്, കോർഡിനേറ്റ്സ് അനുസരിച്ചാണ് വിമാനം നീങ്ങുന്നതും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് വിമാനത്തെ നിയന്ത്രിക്കുന്നത്. അതല്ലെങ്കിൽ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് എന്തെങ്കിലും തകർച്ചയോ തടസ്സമോ ഒക്കെ നേരിട്ടാല്. പക്ഷേ അതിന്റെ ഒരു പടി മുകളിലാണ് ഈ അൺമാൻഡ് ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഭൂമിയിൽ നിന്നുള്ള ഒരു കൺട്രോൾ സെന്ററിന്റെ ആവശ്യമില്ല. രണ്ടിലും പൈലറ്റ് ഇല്ലെങ്കിലും ആദ്യത്തെ കോമ്പാക്ട് ഡ്രോണിലെ ഒരു ഭൂമിയിലെ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, ഇത് ഒരിക്കൽ ഈ വിമാനം ആകാശത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് പിന്നെ സ്വന്തമായിട്ട് അങ്ങ് പ്രവർത്തിക്കും. കാരണം അതിനൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു പൈലറ്റ് ഉണ്ട്. നേരത്തെ കമാൻഡ് കൊടുത്താൽ മതി. സിറ്റുവേഷണൽ അവയർനെസ് സ്വയം അത് സെൻസറുകളിലൂടെയും വിമാനത്തിലെ റഡാറിലൂടെയും ക്യാമറകളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു AI പൈലറ്റ് ഈ വിമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഓട്ടോണമസ് ആയിട്ടുള്ള ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ. അത് പിന്നെ ഡ്രോണിനും അങ്ങനെ തന്നെയാണ്. ഡ്രോണുകളും ഓട്ടോണമസ് ടേക്ക് ഓഫ് ആണ്. സ്വയം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും അതിനും പറ്റും. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഓപ്പറേഷൻ പാർട്ടില് കംപ്ലീറ്റ് ഓട്ടോണമിയാണ്. അത് സ്വയം പര്യാപ്തമാണ്. താഴെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആവശ്യമില്ല. അതാണ് ഈ ഇപ്പം ആളില്ലാ വിമാനം എന്ന് നമ്മൾ പറയുന്ന AI പൈലറ്റ് ഉള്ള ഫൈറ്റർ ജെറ്റ്, അൺമാൻഡ് ഫൈറ്റർ ജെറ്റുകളുടെ പ്രത്യേകത. അപ്പോ സാധാരണ ഒരു കോമ്പാക്ട് ഡ്രോണിൽ നിന്നും ഒരു പടിയും കൂടി മുകളിലാണ് ഇത്. ഈ പ്രോജക്റ്റുകള് ഇപ്പൊ മുഖ്യമായിട്ട് ലോകത്തിലെ 3 രാജ്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് തുർക്കി. ഈ ലോക രാജ്യങ്ങളുടെ തന്നെ ഈ ഡ്രോൺ പ്രോജക്റ്റിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ ബൈറക്ടർ കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് തന്നെയാണ്. അയാളുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ് അതിന്റെ യഥാർത്ഥ MD. ഈ വ്യക്തി അമേരിക്കയിലെ ഈ ജനറൽ ആറ്റമിക്സ്, പ്രൊഡേറ്റർ ഡ്രോൺ ഒക്കെ ഉണ്ടാക്കുന്ന ജനറൽ ആറ്റമിക്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുന്ന് ഉള്ള രഹസ്യങ്ങളൊക്കെ അടിച്ചു മാറ്റി തിരിച്ച് തുർക്കിയിൽ വന്ന് സ്വന്തം കമ്പനി തുടങ്ങിയതാണ്. പക്ഷെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെങ്കിലും അയാള് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് അവര് തുർക്കിയിൽ വെച്ച് നടത്തി. ചെലവ് കുറഞ്ഞ രീതിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ ആണ് ബൈറക്ടർ TB2. അത് അവരുടെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ അത് ഒരു ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊന്നും അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്തരം 2 or 3 ഡ്രോൺ ഇന്ത്യ തകർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പാകിസ്ഥാൻ ആ ഡ്രോണുകൾ മുഴുവൻ പിൻവലിച്ചു. അത് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ്. പക്ഷെ അതേസമയം തന്നെ ഈ വലിയ വ്യോമ പ്രതിരോധ സംവിധാനമൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ പൊസിഷൻ ഇവിടെ എങ്ങനെയാണ്? ഇന്ത്യ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി ഈ വിഷയത്തിൽ ഗവേഷണവുമായിട്ട് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. അവരുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഈ വർഷം ഒടുവിൽ 2026 ഒടുവിൽ, അതായത് 4th ക്വാർട്ടറിൽ എന്നാണ് അവർ പറഞ്ഞത്, അത് പരീക്ഷണ പറക്കൽ നടത്തും. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ്
നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഡ്രോൺ മേഖലയിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് ഫ്ലൈയിങ് വെഡ്ജിന്റെ ഒരു ബോംബർ ഡ്രോൺ ഒക്കെ ഉണ്ട്. പല ഡ്രോണുകളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന എന്തുകൊണ്ടോ അവരിൽ നിന്നും ഡ്രോൺ വാങ്ങിച്ചിട്ടില്ല, വലുതായിട്ട് വാങ്ങിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ ഡ്രോണുകൾ അവർ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അവരുടെ ബോംബർ ഡ്രോൺ തായ്ലൻഡ് വാങ്ങിച്ചു എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു യൂറോപ്യൻ രാജ്യവും വാങ്ങിച്ചിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ പേര് പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ അർമീനിയോ, ഗ്രീസ് അതുപോലുള്ള ഏതോ ഒരു രാജ്യമായിരിക്കാം. അപ്പോ ഈ മേഖലയിൽ നല്ല ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞാല് സ്വന്തമായിട്ട് DRDO പോലും ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ DRDO പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. DRDO 2 പ്രോജക്റ്റ് ഉണ്ട് DRDOയ്ക്ക്. ഒന്ന് TAPAS തപസ് BH എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് വിജയിച്ചില്ല. അത് പിന്നെ ഒരു നിരീക്ഷണ ഡ്രോൺ ആണ്, ഇന്റലിജൻസ് സർവേലൻസ് ആൻഡ് റെക്കോണസൻസ് ISR എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. മറ്റൊരു ഡ്രോൺ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. ആ ഡ്രോൺ എന്ന് പറയുന്നത് DRDO നിർമ്മിക്കുന്ന ഡ്രോണിന്റെ പേര് ആർച്ചർ NG എന്നാണ്. അതൊരു കോമ്പാറ്റ് ഡ്രോൺ ആണ്. അതിന്റെ പരീക്ഷണ പറക്കലുകളൊക്കെ കുറച്ച് എണ്ണം നടത്തി. അത് വിജയകരമായിരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ആ ഡ്രോണും പക്ഷേ ഓപ്പറേഷണൽ ആയിട്ടില്ല. പക്ഷെ ഫ്ലൈയിങ് വെഡ്ജിന്റെ ഡ്രോണ് ഓപ്പറേഷണലാണ്. ഫ്ലൈയിങ് വെഡ്ജിന്റെ ഒരു ബോംബർ, അതായത് ഒരു ഡ്രോൺ ലക്ഷ്യസ്ഥാനങ്ങളിൽ പോയി ബോംബിടുന്ന ഒരു ഡ്രോണാണ് ഈ ഡ്രോൺ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 23-24,000 അടി വരെ ഉയരത്തിലേ പറക്കുന്നുള്ളൂ. പക്ഷേ DRDO ഇപ്പോൾ പ്ലാൻ ചെയ്ത ഡ്രോണ് 30,000 അടി ഉയരത്തില്, അതുപോലെ കൂടുതൽ സമയം ആകാശത്തിൽ പറക്കാൻ പറ്റുന്ന ഡ്രോണാണ്. DRDOയുടെ ആർച്ചർ NG ഡ്രോണിന് കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും കൂടുതൽ 30 മണിക്കൂറോളം പറക്കാൻ കഴിയും. ഇവരുടെ ഫ്ലൈയിങ് വെഡ്ജിന്റെ ഡ്രോണിന് എനിക്ക് തോന്നുന്നത് ഒരു 18 മണിക്കൂർ വരെ മാത്രമേ ആകാശത്തിൽ തുടർച്ചയായിട്ട് പറക്കാൻ കഴിയും. അത് കുറച്ചുകൂടെ വലിയ ഡ്രോൺ, കൂടുതൽ ക്യാപ്പബിലിറ്റീസ് ഉള്ളതാണ് DRDO പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഫ്ലൈയിങ് വെഡ്ജിന്റെ ഡ്രോൺ ഓപ്പറേഷനിലാണ്. അത് ഇപ്പൊ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾക്കൊക്കെ അത് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയാണ്. അപ്പം ഞാനത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ പരിചയമുള്ള ആൾക്കാരാണ് ഇവര് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ അവരുടെ അഭിമാന പ്രോജക്റ്റാണിത്. അത് സുപ്രീം ലൈറ്റ് എന്നാണ്, ഫ്ലൈയിങ് വെഡ്ജ് സുപ്രീം ലൈറ്റ് എന്നാണ് അവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോ ഇതിന്റെ പ്രോട്ടോടൈപ്പ്, ഇത് യഥാർത്ഥത്തിൽ 1 ടൺ ഭാരമുള്ള ഒരു വലിയ വിമാനമാണ്, ആളില്ലാ വിമാനമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഒരു മിനിയേച്ചർ രൂപം, ഒരു ചെറിയ ഒരു രൂപം അവർ ഈ വർഷം ഒടുവിൽ പരീക്ഷണ പറക്കൽ നടത്തും. ആ മിനിയേച്ചർ രൂപത്തിന്, മിനിയേച്ചർ ഡ്രോണിന് 250 കിലോ മാത്രമേ ഭാരം ഉണ്ടാവൂ. 250 കിലോയും ചെറിയ ഭാരമല്ല. കാരണം സാധാരണ പല ഡ്രോണുകളും അത്രയൊക്കെ തന്നെ, ഇപ്പൊ നമ്മുടെ പല ചെറിയ ഡ്രോൺ, എന്താണ് ദീർഘദൂര പോകുന്ന സൂയിസൈഡ് ഡ്രോൺ അല്ലെങ്കിൽ കാമിക്കാസെ ഡ്രോൺ എന്നൊക്കെ അത്രയും പോലും ഭാരമില്ലാത്തതാണ്. ഈ ഡ്രോണിന്റെ നിർമ്മാണത്തിലൂടെ അവർക്ക് കിട്ടുന്ന പ്രായോഗികമായിട്ട് പല ചലഞ്ചസ് ഉണ്ടാവുമല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഇത് സ്വയം പൈലറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പൈലറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഡ്രോണിന്റെ പരീക്ഷണ പറക്കലും അതുപോലെ പരീക്ഷണ സോർട്ടികളും ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാവും. അതനുസരിച്ച് അവർ വിമാനത്തിന്റെ ഡിസൈൻ മാറ്റും. ഈ 1 ടൺ ഭാരമുള്ള അവരുടെ പ്രപ്പോസ്ഡ് വിമാനം എന്നത് അത് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്റേണൽ ബേ ഉള്ളതായിരിക്കും. അതായത് പരമാവധി സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ളതായിരിക്കും. അത് സൂപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാധാരണ ഡ്രോണുകളൊക്കെ വളരെ വേഗത കുറവാണ്. നമ്മൾ ഈ പറഞ്ഞ ബൈറക്ടർ ഡ്രോണിന്റെ ഒക്കെ വേഗത, പരമാവധി വേഗത മണിക്കൂറിൽ 280 കിലോമീറ്ററാണ്. അത് കാരണം തന്നെ സാധാരണ സർഫസ് ടു എയർ മിസൈൽ കൊണ്ട് അതിനെ തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ വിമാനങ്ങളെ പോലെ തന്നെ വേഗത ഉണ്ടാകുന്ന ഡ്രോണുകളാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതായത് ഒരു മാക് 2 അടുപ്പിച്ച വേഗത. റഫാൽ വിമാനത്തിനൊക്കെ ശരിക്കും ഒരു ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് മാക് 1.8 ആണ്. സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മാക് 2.2 വരെയുള്ള വേഗത കൈവരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ Su-30 MKIക്ക് മാക് 1.8 ആണ് അതിന്റെ വേഗത. പരമാവധി വേഗത സൂപ്പർ ക്രൂയിസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 2.2 വരെ എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ വേഗതയുള്ള മാക് 2 മുകളിൽ വേഗത കൈവരിക്കാൻ പറ്റുന്ന ഒരു പൈലറ്റ്ലെസ് ഫൈറ്റർ ജെറ്റ് ആണ് ഇവര് ഈ 1 ടണ്ണുള്ള
വിമാനം കൊണ്ട് അവര് വിമാനം ഈ പ്രോട്ടോടൈപ്പിന്. അപ്പോ അതായത് ഭാവിയിലേക്കുള്ള ഒരു വിമാനം തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ പ്രോജക്റ്റിൽ ഏറ്റവും വിജയിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അഡ്വാൻസ് കൈവരിക്കുന്ന ഒരു നേട്ടം, ആ നേട്ടം അത് ചെറുതല്ല. സ്വകാര്യ മേഖലയുടെ ഒരു മുന്നേറ്റമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന് അഡ്വാൻസ്ഡ് സിറ്റുവേഷണൽ അവയർനെസ്, മൾട്ടി സെൻസർ ഫ്യൂഷന്, ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ്, കോഗ്നിറ്റീവ് മിഷൻ എക്സിക്യൂഷൻ എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അത്ര ഇല്ല. അതായത് സിറ്റുവേഷൻ, യുദ്ധഭൂമിയുടെ പ്രത്യേകതകൾ, അവിടെ ചിലപ്പം അവിടെ ഒരു മിസൈൽ വരുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവിടെ മറ്റ് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള റഡാറിലുള്ള ഇൻഫർമേഷനും സെൻസറിൽ നിന്നുള്ള ഇൻഫർമേഷനും ഒക്കെ തന്നെ ആ ആളില്ലാ വിമാനത്തിന്റെ ഓൺബോർഡ് കമ്പ്യൂട്ടറിൽ അത് പിന്നെ ഫ്യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി യോജിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു തീരുമാനം എടുക്കാനുള്ള ഇൻപുട്ട് എടുക്കാനും ഇതിന് കഴിവുണ്ട്. അതാണ് ഈ കോഗ്നിറ്റീവ് മിഷൻ എക്സിക്യൂഷൻ കൊണ്ടുള്ള ഒരു സൂചിപ്പിക്കുന്നത്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവെന്ന്, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അപ്പോ മിഷൻ എക്സിക്യൂഷൻ ഇതിൽ മനുഷ്യൻ ഇടപെടുന്നില്ല. മിഷന്റെ ഓർഡർ കൊടുക്കുക മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല, ഈ വിമാനം സ്വാം വിമാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൽ ഒരു 4-5 വിമാനങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് സ്വാമിംഗ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ മെഷ്ഡ് നെറ്റ്വർക്ക്ഡ് ഡ്രോൺ പോലെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോ വൺസ് ഇത് പിന്നെ മിഷൻ അവയർനെസ് ഇതിന് കൊടുത്ത് മിഷന്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മാൻ ഇൻ ലൂപ്പ് ഇല്ല, മനുഷ്യൻ അതിന്റെ ആവശ്യമില്ല. ഇതിൽ ഒരു 4-5 വിമാനം നേരെ പോയിട്ട് ഇപ്പൊ ഇസ്ലാമാബാദിന് നേരെ ഒരു 5 വിമാനം ഇത്തരം ഫ്ലൈയിങ് വെഡ്ജ് സുപ്രീം വിമാനങ്ങൾ പോവുകയാണെങ്കിൽ അതിന് ഇന്ന ടാർഗറ്റുകൾ നശിപ്പിക്കുക എന്നുള്ള ഒരു ഓർഡർ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ അവിടുത്തെ എയർബേസ് ആണെങ്കിൽ എയർബേസ്, ആർമി കന്റോൺമെന്റ് ആണെങ്കിൽ ആർമി കന്റോൺമെന്റ്. നാഷണൽ അവയർനെസിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോവുക എന്ന് ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ. ആ ഇമാജിനറി സിറ്റുവേഷനിൽ 5 വിമാനം പോകുന്ന ഒരു കൂട്ടായ്മയിൽ 2 എണ്ണം തകർന്നാലും ബാക്കി 3 എണ്ണം അതിന്റെ ഒരു മറവിലൂടെ പോയിട്ട് മിഷൻ സാധിക്കും. ഇതിൽ പൈലറ്റിന്റെ നഷ്ടം ഉണ്ടാകുന്നില്ല, വളരെ ചെലവ് കുറവായിരിക്കും. യുദ്ധങ്ങളിൽ പൊതു സൂചനയാണ് നമുക്ക് ഇത്തരം വിമാനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. ഇനി പൈലറ്റ്ലെസ് ഫൈറ്റർ ജെറ്റുകളുടെ കാലമാണ്. ആ ഫൈറ്റർ ജെറ്റ് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ശത്രു വിമാനങ്ങളെ തകർക്കാനും ശത്രു സർഫസ് അതുപോലെ പൈലറ്റ് ഉള്ള ഒരു വിമാനം എന്തൊക്കെ ചെയ്യുന്നു അത് ഈ വിമാനത്തിന് ചെയ്യാൻ പറ്റും. എന്തായാലും ശരി, സ്വകാര്യ മേഖലയുടെ ഒരു വലിയ മുന്നേറ്റമാണിത്. ഈ കമ്പനി ഭാവിയിലെ അവരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ മുന്നേറ്റങ്ങളും വാർത്തകൾ വരുമ്പോൾ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.